ഓഫീസിലേക്ക് ക്ലയൻസ് വന്നപ്പോൾ ആദർശ് നയന വരച്ച ഡിസൈൻസൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്ന ബെറ്റർ ആയിരിക്കുമെന്ന് ഒരു ക്ലയൻറ്റ് ആദർശിനോട് ആവശ്യപ്പെടുകയാണ്. ശരി സർ, ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ആദർശ് പവിത്രയും കൂട്ടി പുറത്തേക്കിറങ്ങി വരുന്നുണ്ട്. പവിത്ര, ഈ പ്രൊജക്റ്റ് കൈവിട്ട് പോകുമോയെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ലോസ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. വേറെ വഴിയൊന്നുമില്ല. നീ ഉടനെ ശ്രേയയുടെ ഓഫീസിലേക്ക് വരാൻ പറ. ശ്രേയ ഇപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ നീ ഈ ഓഫീസിലുണ്ടാവില്ല. അങ്ങനെ പവിത്രയെ ഫോൺ ചെയ്ത് ആദർശ് പോവുകയാണ്. പവിത്ര പെട്ടെന്ന് തന്നെ നയനെ ഫോൺ ചെയ്യുന്നുണ്ട്. മാം ഇപ്പോൾ വന്നില്ലെങ്കിൽ എൻ്റെ ജോലി തന്നെ പോവും. മാഡം നേരിട്ട് വന്ന് എന്നെ രക്ഷിച്ചേ മതിയാവൂ എന്നൊക്കെ പവിത്ര നയനയോട് കരഞ്ഞു പറയുന്നുണ്ട്. ഉടനെ ആദർശ് ഫോൺ പിടിച്ചു വാങ്ങി ശ്രേയയോട് സംസാരിക്കുകയാണ്. ശ്രേയ, ഇത് ആദർശാണ്. ശ്രേയ ഇപ്പോൾ നേരിട്ട് വന്നേ പറ്റൂ. പേയ്മെൻറ്റ് ഇരട്ടിയായി ഞാൻ തരാം. ഞാൻ വന്ന് ശ്രേയയുടെ വീട്ടുകാരോടും സംസാരിക്കാം. പ്ലീസ് ശ്രേയ, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ നിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ വരാമെന്ന് നയന സമ്മതിക്കുന്നുണ്ട്. ഇനി മേഡം വരാൻ പോകുന്നത് വേഷമൊക്കെ മാറി വല്ല പർദ്ദയും ധരിച്ചിട്ടായിരിക്കോ എന്നാലോചിച്ച് നിൽക്കുകയാണ് പവിത്ര. കുറച്ച് കഴിഞ്ഞ നയന ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുവാണ്. നയന എന്തിനാ ഇങ്ങോട്ട് വന്നേ? ക്ലയൻസിൻ്റെ മുറിയിലേക്ക് പോവാണല്ലോ അവള് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുവാ നയന? ക്ലയൻസൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇമ്പോർട്ടൻ്റ് ഡിസൈനർക്ക് വേണ്ടിയാ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ശ്രേയ വന്ന് കറക്റ്റ് ചെയ്താലേ കോൺട്രാക്റ്റ് ഓക്കെ ആവും. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നീ ഒന്ന് പുറത്തേക്ക് പോയേ എന്നൊക്കെ ആദർശ് പറഞ്ഞെങ്കിലും നയന അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ് എവരിബഡി, ഞാനാണ് ഡിസൈനർ നയന. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഡിസൈൻസൊക്കെ ഞാൻ വരച്ചതാണ്. നിങ്ങൾ പറയുന്ന ചേഞ്ചസൊക്കെ ഞാൻ ഈ ഡിസൈനിൽ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് നയന അത് ചെയ്തു കൊടുക്കുകയാണ്. അത് കേട്ട് ആദർശ് എന്താ പവിത്ര ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. ക്ഷമിക്ക് സർ, നയന മേഡം തന്നെയാണ് ശ്രേയ, ശ്രേയ തന്നെയാണ് നയന മേഡവും എന്നൊക്കെ പവിത്ര പറഞ്ഞപ്പോൾ ആദർശാകെ ഷോക്കായി നയനയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. നയനയാണെങ്കിൽ ക്ലയൻസിനോട് ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നയന കറക്റ്റ് ചെയ്ത് കൊടുത്ത ഡിസൈൻ ഇഷ്ടപ്പെട്ട് ക്ലയൻസ് എല്ലാവരും കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ആദർശിന് കൈമാറുകയാണ്. ആദർശ് ഒരുപാട് സന്തോഷിച്ചെങ്കിലും അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നയനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്തിനായിരുന്നു ഈ നാടകം? ശ്രേയാന്നൊക്കെ കള്ളം പറഞ്ഞ് ശബ്ദം മാറ്റി സംസാരിച്ച് എന്തിനാ എൻ്റെ മുന്നിൽ ഈ ഡ്രാമ കളിച്ചത്? എനിക്ക് നിന്റെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട എന്നൊക്കെ ദേഷ്യത്തിൽ പറയുകയാണ് ആദർശ്. ഞാനെല്ലാം മറച്ചു വെച്ചതിന് കാരണം ആദർശേട്ടൻ തന്നെയാണ്. ആ മനസ്സിൽ ഞാനൊരു വേസ്റ്റ് തന്നെ ആയിരുന്നില്ലേ? വീട്ടുജോലി ചെയ്യാനും കോലം വരക്കാനും അല്ലാതെ വേറെ ഒരു കഴിവും എനിക്കില്ലെന്ന് നിങ്ങൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ ആദർശേട്ടാ? അന്ന് ക്ലയൻസ് വന്നപ്പോൾ ഞാൻ ഡിസൈൻ വരച്ച് കാണിച്ചു. അത് നിങ്ങൾ ഒന്ന് തുറന്നു പോലും നോക്കാതെ ചുരുട്ടി എറിഞ്ഞു. അതേ ഡിസൈൻ പവിത്ര പ്രിൻ്റ് ഔട്ട് എടുത്ത് കാണിച്ചപ്പോൾ സൂപ്പർ ആയിരുന്നെന്ന്. അപ്പോൾ എനിക്കെത്ര ഫീലായെന്നറിയോ? ഞാൻ ചെയ്യുന്നതൊന്നും ആദർശേട്ടന് പിടിക്കില്ല. അത് നിങ്ങളുടെ ഡിസൈനർ ചെയ്താ അത് സൂപ്പർ. അതുകൊണ്ടാ ഈ നയന ശ്രേയായി അവതാരം എടുത്തത്. എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതും ആദർശേട്ടനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നയന കരയുന്നുണ്ട്. എല്ലാം കേട്ട ആദർശിന് നയനയോട് കുറ്റബോധം തോന്നുകയാണ്. ശേഷം കാശെടുത്തോണ്ട് വന്ന് ഇത് 50,000 രൂപയുണ്ട്, ഇത് വാങ്ങിക്ക് എന്നു പറഞ്ഞ് നയനയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്തിനാ ഈ പണമൊക്കെ എന്ന് നയന ചോദിച്ചപ്പോൾ ഇത് നിനക്കല്ല, ശ്രേയക്ക് കൊടുത്തതാ. ഇനി മുതൽ അവള് കഷ്ടപ്പെട്ട് രാത്രി സമയങ്ങളിൽ ഡിസൈൻ ഒന്നും വരക്കണ്ട. അവളോടെ റൂമിലിരുന്ന് ഡിസൈൻ വരക്കാൻ പറയൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. സോറി ആദർശേട്ടാ, ഞാൻ പവിത്രയോട് പേയ്മെന്റ് ചോദിച്ചത് എനിക്ക് വേണ്ടിയൊന്നുമല്ല. അതെന്താണെന്ന് വെച്ചാ അങ്ങനെ നയന പറയുമ്പോൾ വേണ്ട നയന, അതൊന്നും എനിക്കറിയണ്ട. ഇതേ നിന്റെ കാശാണ്. നിന്റെ ടാലന്റ് കൊണ്ടാണ് ഇത് നിനക്ക് കിട്ടിയത്. നിനക്ക് ഈ കാശ് നിന്റെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചെലവാക്കാം. ഞാൻ ഒന്നും ചോദിക്കില്ല എന്നൊക്കെ മറുപടി കൊടുത്ത് ആദർശ് പോവുകയാണ്. നയനക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്.